ഞാനൊരു പ്രവാസിയാണ്. എല്ലാ മാസവും 50,000 വെച്ച് എൻ്റെ അക്കൗണ്ടിൽ ഞാൻ സേവിങ് ചെയ്യുന്നുണ്ട്. നാട്ടിലേക്ക് ചെലവിന് കൊടുക്കുന്നത് വേറെ അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഒരു വർഷമായി ഞാനിത് സേവ് ചെയ്യുന്നു. അത് 50,000 വെച്ച് ഒരു വർഷമായി സേവ് ചെയ്യുന്നു. എന്നാൽ എനിക്കിടയ്ക്ക് എൻ്റെ ഒരു എമർജൻസി ആവശ്യങ്ങൾ വരുമ്പോൾ ഈ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ സക്കാത്തിൻ്റെ ക്യാഷ് കണക്കൂട്ടേണ്ടതെന്നാണ് ശ്രോതാവിൻ്റെ സംശയം. അതിൽ വ്യക്തമാണ്, അവർ സേവ് ചെയ്തതിൽ പെട്ടെന്ന് എമർജൻസിക്ക് വേണ്ടി അതിൽ നിന്ന് സംഖ്യ മാറ്റി, ആ സംഖ്യ മാറ്റിയതിൻ്റെ ശേഷം അദ്ദേഹം എമർജൻസിക്ക് വേണ്ടി എടുത്തു കഴിഞ്ഞിട്ടും ബാക്കി സേവിങ്സിൽ സേവിങ്സ് അക്കൗണ്ടിൽ നിസാബ് എത്തുന്ന 1,00,000 ഇന്നത്തെ ഒരു കണക്ക് പറയുമ്പോൾ 1,70,000 ഉറുപ്പിക നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ മേലെ എത്ര ഉണ്ടെങ്കിലും അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. നിങ്ങളുടെ മറ്റു വീട്ടിലേക്ക് ചെലവ് അയക്കുന്നത് മറ്റു നിലക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നാണല്ലോ. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ സേവിങ്സ് അല്ലാത്ത മറ്റു സമ്പാദ്യമുണ്ടെങ്കിൽ അതിനും വേണം കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കുക. അപ്പൊ രണ്ടും കൂടി കൂട്ടുമ്പോൾ നിങ്ങളുടെ സേവിങ്സും നിങ്ങളുടെ കയ്യിരിപ്പ് മറ്റു നിലക്ക് വന്ന കയ്യിരിപ്പും കൂടി കൂട്ടിയിട്ടെങ്കിലും സക്കാത്തിന്റെ നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം.